सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त उत्तिष्ठ ഹലോ, വീണ്ടും നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു പ്രഭാതമാണ്. മഴയൊക്കെ 2 ദിവസമായിട്ട് ഭയങ്കര കുറവാണ്. നിങ്ങളവിടെയും കുറവാണെന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാറൂസിന് ക്ലാസ്സും ഉണ്ട് കേട്ടോ. അതെ, രാവിലെ എണീറ്റു. ഇന്നും ഞാൻ ഇച്ചിരി കോണം ലേറ്റായിട്ടാണ് എണീറ്റത്. ഞാൻ എണീറ്റ് താഴെ എത്തിയപ്പോഴത്തേനും കീത്തുണ്ടായിരുന്നു വെച്ചാൽ ഐനൂസിന് പനിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഡോക്ടർക്ക് കൊണ്ടുപോകണം. എന്തായാലും 2 ദിവസമായില്ലേ പനി വന്നിട്ട്. അപ്പം മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് താഴെ കീത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ദൈവമേ, മനസ്സൊരിത്തിരി വിഷമിച്ചിട്ടാണ് എണീറ്റത്. കാരണം ടെൻഷനാണ് അവൻ്റെ കാര്യം എപ്പോഴും ഞങ്ങൾക്ക്. പിന്നെ ഈ ഒരു സീറ്റ്, ഈ ഒരു സംഭവം ഏട്ടൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് ഏട്ടന് നമ്മുടെ നിതീഷ് ഏട്ടന് ഓരോരോ ത്വരകളാണ് ഓരോരോ സമയത്ത്. കാരണം എന്താ പറയുക, ഇപ്പം തോന്നാണ് ഇവിടെ ഒരു എന്താ പറയുക ഇരിക്കാൻ പറ്റുന്ന തരത്തിലൊരു സംഭവം സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മഴയൊക്കെ വന്നിട്ട് വീണിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഇപ്പം സഹായമായി. പിന്നെ ഞങ്ങൾ വെയിലായിരിക്കുന്ന സമയത്ത് ഈ ഒരു വള്ളി ഉണ്ടല്ലോ, അത് ഊഞ്ഞാലിയാണ്. അപ്പുറത്തൊരു വലിയ ഊഞ്ഞാലുണ്ട്. അതാണ് ഇപ്പോൾ ഇതേ നിങ്ങൾ ബാക്കിൽ ഇന്നലെ പറഞ്ഞിരുന്നു, ബാക്കിൽ 2 മൈനകളെ കണ്ടുവന്ന്. ആ ബാക്കിൽ 3 മൈനകളുണ്ട്. അവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അതായത് ഇവിടെയാണ് അവർ. മൈനകൾ ഇവിടെ മാത്രമല്ല കേട്ടോ നിൽക്കുക. ഇപ്പോൾ അവരെന്തൊക്കെയോ 3 പേര് അച്ഛയും അമ്മയും കൊച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളൊന്നും അങ്ങനെ പേടില്ല. കാരണം നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കാരണേ, നിങ്ങൾ കാണാറുണ്ടല്ലോ നമുക്ക് ആദ്യത്തെയും മൈനയ്ക്കും അതിനൊക്കെ നമ്മൾ എപ്പോഴും ഫുഡ് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മളധികം പേടില്ല ഇവർക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് പാറുവിന് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. ഇന്ന് പാറുവിനെ നേരത്തെ എണീപ്പിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഡാൻസ് ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞ് കിടന്നിട്ട് ആളെ കിടത്തി ഉറക്കി ഞാൻ. കാരണം നല്ല ക്ഷീണമായിരുന്നു അവൾക്ക്. അപ്പോൾ ഞാൻ ചെയ്ത് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല ചേച്ചി. അപ്പോൾ ഇന്ന് അവൾ നേരത്തെ എണീപ്പിച്ച് നോക്കണം. എണീക്കണമെങ്കിൽ എണീക്കട്ടെ, എന്നിട്ട് ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്യിക്കണം. അപ്പോൾ എന്താണ് നമുക്ക് ഇന്നെന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശമാവ് ഇരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇഡലിയാക്കാം, സാമ്പാറാക്കാം. സാമ്പാർ അമ്മ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയുടെ അടുക്കളയിലുണ്ട് കേട്ടോ. ഇഡലിയും സാമ്പാറും. അഥവാ ഞാൻ വിചാരിച്ചു പാറൊന്ന് ഊത്തപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഊത്തപ്പവും സാമ്പാറും ഇത്തിരി ചമ്മന്തിയും പിന്നെ നമുക്ക് ടിഫിനുള്ള എന്തെങ്കിലും റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളരെ നല്ലൊരു സുപ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് എന്തോരം പോസിറ്റീവ് എൻ്റെ കമൻസ് ആണെന്ന് അറിയാമോ. എനിക്കിപ്പോൾ ഈ 7 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഞാനിവിടെ ആലോചിക്കുകയാണ്. നല്ല രീതിയിൽ പോസിറ്റീവ്, എനിക്ക് വ്യൂസിനേക്കാൾ ഉപരി കമൻറ്റ് സെക്ഷനിൽ നല്ല എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുകയാണ് കമൻസ് വായിക്കുമ്പോഴേ. ഓക്കെ, അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. शङ्कारगीतनिनदैः सह सेवनाय निर्यात्युपान्तसरसि कमलोदरेभ्यः शेषाद्रिशेखर विभो तव सुप्रभातम् योषा गणेन वरदत्नि विवर्धमाने. പരിചയമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിചയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. കുറേ നേരത്തെ സർക്കസും വിക്രസിനൊക്കെ ശേഷമാണ് ഒരു 4 പൊതിച്ചെടുക്കണം കേട്ടോ. എങ്ങനെങ്ങാണ്ടൊക്കെ ആയി ഒരു 4 അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നേരെ പോയിട്ട് അത് പൊളിക്കാം. പിന്നെ ഇത് എനിക്ക് വേഗത്തിൽ അറിയണ ഒരു സംഭവമാണ്. പിന്നെ നാളികേരം എനിക്ക് തോന്നുന്നു ഇപ്പോഴേ പിന്നെ എന്നും രാവിലെ നാളികേര വെള്ളം കുടിക്കും. അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ, എല്ലാ ദിവസവും നമുക്ക് നാളികേരത്തിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതേ ഉള്ളി നന്നാക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
പാറൂസിന് തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ തക്കാളി ഉണ്ടായിരുന്നില്ല, നമ്മൾ അന്നിന് നോക്കണം. അപ്പോൾ നമ്മൾ നാളികേര ചമ്മന്തി, ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അടിക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് അരവനുസരിച്ചിട്ട് നാളികേരം ഇട്ടിട്ട് ചമ്മന്തി അടിക്കുക. ചിലർ ചുവന്ന ചമ്മന്തി ആക്കി അടിക്കുക. അത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറായിട്ട് കിട്ടും. പാറൂസിന് വൈറ്റ് തന്നെ വേണം, അവൾക്ക് കാണണം. അത് വെള്ളച്ചമ്മന്തിയും തക്കാളി ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ്. അത് കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ ചിലയിടത്ത് പരിപ്പൊക്കെ ഇടും കേട്ടോ. ഇവിടെ വലിയ ഇഷ്ടമല്ല ഞങ്ങൾക്ക് അങ്ങനെ. ഇവിടെ എന്തായാലും കടുക് പൊട്ടിക്കും, അതോടൊപ്പം നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നിടും. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതിനുശേഷം നമ്മളുടെ അടിച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ച് കാച്ചാണ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ സാധാരണ ഇങ്ങനെയിട്ട് തിളപ്പിക്കാറില്ല കേട്ടോ. അതായത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കാഴ്ച, അതായത് വേറൊരു ഡവറേക്ക് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ഇട്ടതിന് ശേഷം ഈ മൂപ്പിച്ചത് അതിലേക്ക് പകർത്താണ് പതിവ്. ഇതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളയ്ക്കാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കാറില്ല. പാറു സ്കൂളിലേക്ക് കൊണ്ടുപോകണോണ്ട് കുറച്ച് തിളച്ചാലും അതിങ്ങനെ വളിക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കും, അത്രമാത്രം. അമ്മ ദേ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. തലേ ദിവസം നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറിക്ക് വേണ്ടിയിട്ടുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ നമ്മൾ രാവിലെ കുടിക്കുന്ന ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി നേരം വൈകി, അത് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് മാവ് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഇവിടെ മാവ് അടിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും, ചില സമയങ്ങളിൽ നല്ല ഫ്ലോപ്പായും കിട്ടും. അപ്പോൾ ഐനൂസിന് നല്ല പനിയുണ്ട്, വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ വാശി പിടിച്ച് കരഞ്ഞ് വന്നിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും അതുകൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കാറ് പതിവ്. കാരണം ചില സമയങ്ങളിൽ ഇഡലിക്ക് കറക്റ്റായിന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദോശ ഉണ്ടാക്കും. ദോശ പക്കയായിട്ട് കിട്ടാറുണ്ട്. ഇഡലി ഇന്ന് അടിപൊളിയായിട്ട് കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇഡലി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡലിയുടെ ചെമ്പും ഈ പാത്രമൊക്കെ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറുട്ടന് ഞാൻ സ്കൂളിലേക്ക് ഊത്തപ്പം കൊടുത്തയക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പാറുവിന് അറിയില്ല കറക്റ്റ് ഊത്തപ്പം എങ്ങനെയായിരിക്കണമെന്നൊന്നും. അതുകൊണ്ട് മിക്കവാറും സംഭവിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ ഇഡലി ചെരിച്ചും വളച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. വീർത്ത് വരുമ്പോൾ മറ്റേതുമ്പോൾ മുട്ടാണ്ടിരിക്കാനൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിനേക്കുള്ള വിസിൽ വന്നു. പാറൂസിന് നേരത്തെ എണീപ്പിച്ചായിരുന്നു കേട്ടോ. നേരത്തെ എണീപ്പിച്ചു, നല്ല മോളായിട്ട് തന്നെ എണീറ്റു. ജസ്റ്റ് ഒന്ന് മേലെഴുകി. പിന്നെ അതേ പഠിക്കാനുള്ള ഹോംവർക്ക് ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം പാറുവിനെ നേരത്തെ എടുത്തി ഉറക്കിയായിരുന്നു. ഡാൻസ് കഴിഞ്ഞപ്പോൾ നാളെ ടയേർഡായി. അപ്പോൾ ഹോംവർക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് ഇരുത്തിയിട്ട്, ഞാൻ തല കുളിപ്പിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാറൂസിന് ചെവി വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്കയതിന് ശേഷം തല കുളിച്ചാൽ മതിയെന്ന് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തല കുളിപ്പിക്കാത്തത് മോളെ. അപ്പോൾ അതേ ഇഡലി സൂപ്പറായിട്ട് സെറ്റായിട്ട് വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. എനിക്കിനി ചത്താലും വേണ്ടില്ല, കാരണം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡലി. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഡലി, സാമ്പാർ, ചമ്മന്തി ഒക്കെ. പക്ഷേ ഇഡലി തിന്നാൻ യോഗം ഉണ്ടാവാറില്ല. ഇഡലി നന്നായിട്ട് കൂട്ടി വെക്കുന്നതിലും ഒരു സംഭവം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വരും. പിന്നെ ദോശ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. ദോശയും നമ്മൾ നല്ല റോസ്റ്റായിട്ട് ഇങ്ങനെ നല്ല മൊരിച്ച് കൊടുക്കുമ്പോൾ അതും സാമ്പാറും ചമ്മന്തിയായാലും അവർക്ക് ഇഷ്ടമാണ്. പിന്നെ മക്കൾക്ക് നല്ലോണം ഇഷ്ടമാണ് ഇഡലിയും ദോശയൊക്കെ. വരെ വയറ് നിറച്ച് കഴിച്ചോളും. മൂന്നാളെങ്ങനെയാണ് കേട്ടോ, വയറ് നിറച്ചവർ കഴിച്ചോളും. നല്ല പഞ്ഞി പോലത്തെ ഇഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ സാമ്പാർ തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാളികേര ചട്നി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അത് രണ്ടും പക്ക സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ടേസ്റ്റ് നോക്കാൻ അറിയത്തില്ല. പക്ഷേ കീത്തു നല്ല പക്കയായിട്ട് പറയും പുളി കുറവാണ്, ഉപ്പ് കുറവാണെന്നൊക്കെ. എനിക്കത് വലിയ പെർഫെക്റ്റ് അല്ല, പറയും, എന്നാലും വലിയ പെർഫെക്ഷൻ ഇല്ല എനിക്ക്. അപ്പോൾ അതേ പാറൂസിൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ആ വെള്ളവും കുടിക്കുന്നുണ്ട്. 7ഉം ഈ ആണ് കേട്ടോ. ഈൻ്റെ ചിഹ്നം ഉണ്ടല്ലോ ഇങ്ങനെ വള്ളി, അതുമാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഇത് രണ്ടുമാണ് കേട്ടോ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം എന്തോ നല്ല മൂഡായതുകൊണ്ട് ഭാഗ്യം വേഗം എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല മടിയാവാറുണ്ട് കേട്ടോ. സാധാരണ ചില ദിവസം നല്ല മൂഡിലിരിക്കാറുണ്ട്. അപ്പം ഞാൻ മല്ലിയിൽ ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ സാമ്പാറേക്ക്. അമ്മ അപ്പുറത്തെ സാമ്പാറേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വറുത്തൊഴിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കടുക്, വറ്റൽമുളക് അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ഓരോരുത്തരുടെയും സാമ്പാറിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലരിങ്ങനെ അരച്ചൊക്കെ വയ്ക്കത്തില്ലേ, അതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതിലേക്ക് കാച്ചി ഒഴിച്ചു. ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ബാക്കിയാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ തിരിച്ച് എടുത്തിട്ട് റിവേഴ്സ് എടുത്ത് സാമ്പാർ അതിൽ നിന്നെടുത്ത് ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെ ഇരിക്കില്ലേ.
ഇവിടെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ടിഫിൻ ബോക്സിലേക്ക് പാറുവിന് കൊടുത്തയച്ചത് മാതള നാരങ്ങയാണ് കേട്ടോ. മാതള നാരങ്ങയും നട്ട്സും കൊടുത്തയച്ചു. ലഞ്ച് ഇഡ്ഡലി കൊടുത്തയച്ചു. വിചാരിച്ച പോലെ തന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഊത്തപ്പം വേണ്ട, ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. സാമ്പാറും ചട്നി വെച്ച് കൊടുത്തു. അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിനും ടിഫിനും ഉള്ള സംഭവം ശരിയായി. പ്ലം ഉണ്ടായിരുന്നു, അവൾ സമ്മതിച്ചില്ല, വെക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. ആൾക്ക് അങ്ങനെയാണ് ചില സമയത്ത്, അതായത് കാഴ്ചയിൽ തന്നെ പറയും വേണ്ട, അങ്ങനത്തെ ഒക്കെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് പാറുവിന്. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള യൂണിഫോമാണിത്. ഇത് ഇടാണെന്ന് പറയുമ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പകുതി ആൾ ഓക്കെ ആയിരിക്കും. പിന്നെ ഞാൻ സ്പ്രേയിൽ മുക്കിയിട്ടാണ് കേട്ടോ ക്രാവിനെ വിടാൻ. എനിക്കത് നിർബന്ധമാണ്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു, എങ്ങനെയൊക്കെയാണ്ടൊക്കെ കുത്തിക്കയറ്റി ഞാൻ. അതായത് എന്തോ ഭക്ഷണം കാണുമ്പോൾ കുട്ടിക്ക് അലർജിയാണ്, ഭയങ്കര മടിയായി ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അച്ചാച്ചനാണ് ഉണ്ടാക്കുന്നത്. നല്ല മോളായിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണം, കുറുമ്പെടുക്കരുത്, ഓടരുത്, ഓട്ടമൊക്കെ കൂടുതലാണ് ആൾക്ക്. പിന്നെ ശൂശുള്ള മുട്ടുമ്പോൾ ടീച്ചറോട് പറയണം. അങ്ങനത്തെ കുറേ നേരത്തെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചാച്ചൻ പോവാണ്. അപ്പോൾ നോക്കുമ്പോൾ അച്ചാച്ചൻ്റെ വണ്ടിയിൽ കപ്പിട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കുറേ ക്ലീൻ ചെയ്തതിന് ശേഷം അച്ചാച്ചനും മോളും സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. പാറ കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, വെടിക്കെട്ട് കഴിഞ്ഞ പോലെ ഇരിക്കും വീട്, ഭയങ്കര ശാന്തതയായിരിക്കും. കിങ്ങിണി 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 നോക്കട്ടെ, വെണ്ണ കെട്ട് തിന്ന മോൻ. എവിടെ കാക്ക എവിടെ? പാറൂസിന്റെ ഡ്രസ്സാണ് കേട്ടോ. പാറു ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുന്ന പാവാടയും പാറിന് ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള ടോപ്പുമാണ്. പിന്നെ കാശിക്കുട്ടന്റെ അച്ചാച്ചന് ഭയങ്കര ഒരു ആഗ്രഹം എന്ത് ഇവന്റെ പെൺകുട്ടിയാക്കാൻ ഡ്രസ്. ഹായ് പറ. എന്നിട്ട് ഇങ്ങനെ കുളുവാവിയായിട്ട് ഉറങ്ങിയത്. ഞങ്ങളിപ്പോ വേഗം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചിയമ്മ പോയില്ലേ? കാശി ചേച്ചിയമ്മ പോയിട്ട് ആറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലേ? അവിടെയൊക്കെ ചേച്ചിയമ്മ പോയി. ഇനിയിപ്പോ ഇവന് ഫുഡ് കൊടുക്കണം. അതിനോടാണെങ്കിൽ ചെറിയൊരു ചെറുതല്ല, അതിന്റെ ഭയങ്കര വാശിയായിരുന്നു. ഞാൻ എണീറ്റപ്പോ തൊട്ടിട്ടുള്ള കരച്ചിലാണ് അതിനും. അപ്പൊ അവൻ നല്ല ഉറക്കാണ് കേട്ടോ. ഇനിയിപ്പൊ കാശിക്കുട്ടനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് മെഴുക്ക് പരപ്പിച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേനെ കൂടി എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഒന്നും കൂടെ കൊടുക്കട്ടെ, കുറച്ചും കൂടെ കൊടുക്കട്ടെ അല്ലേ കാശിക്കുട്ട? ഹായ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയും സാമ്പാറും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് എടുത്ത് കൊണ്ടുവയ്ക്കാണ് കേട്ടോ. ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ അച്ഛനും വേഗം തന്നെ ഭക്ഷണം കഴിച്ചോളും. പുട്ടും അവിലൊക്കെ ആവുന്ന ദിവസങ്ങളാണ് ഇത്തിരി ഡിലേ ആവാറ്. ഒരു ഗ്ലാസ് ചായ, പാൽച്ചായ. ഞങ്ങളുടെ പാൽച്ചായ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നു. ചായ ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽച്ചായ എന്ന് പറയുന്നത്. അപ്പോൾ ചായ കൂടിയൊക്കെ അച്ഛൻ്റെ കഴിഞ്ഞു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള, പച്ചക്കറിയുടെ തോല്, ചായപ്പൊടിയൊക്കെ അമ്മ ഇങ്ങനെ എടുത്തു വയ്ക്കും. 2-3 ദിവസത്തെ എടുത്തു വയ്ക്കും. ശേഷം നമുക്കിങ്ങനെ ഈ റോസിൻ്റെ കടിയിൽ ഇടാൻ വേണ്ടിയിട്ട് വളമാണല്ലോ, സാധാരണ അത് അമ്മയാണ് കേട്ടോ ചെയ്യാറ്. അതായത് ഞാനൊന്നും ഈ ഒരു ഏരിയയ്ക്ക് കിടക്കാറില്ല. അപ്പോൾ അമ്മ എന്താ പറയുക, ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയ്ക്ക് മുട്ടിന് വേദനയുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെയൊക്കെ നിന്ന് മേടിച്ചിട്ട് ഞാനിടാണ്. അപ്പോൾ ഇത് നല്ലൊരു ചായപ്പൊടിയൊക്കെ നല്ല വളമാണ് കേട്ടോ. അപ്പോൾ റോസിൻ്റെയും അങ്ങനെ നല്ല ചെടികളുടെ ഒക്കെ അടിയിലായിട്ട് ഇത് കൊണ്ട് ഇട്ടു കേട്ടോ. റോസൊക്കെ നമ്മളെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നേ. ഇപ്പം നമ്മളിട്ടതിലൊക്കെ പൂ വരുന്നതാണ്. കാശീനെ കുളിപ്പിച്ച് വേഗം തന്നെ എന്നിട്ട് അവനെ മേക്കപ്പ് ചെയ്യണം. കണ്ടോ, ലിപ്സ്റ്റിക് കണ്ടാൽ അവനറിയാം ഇത് ലിപ്സ്റ്റിക്കാണ്, ചുണ്ടത്ത് തേക്കാനുള്ളതാണ്. അതുപോലെ ഐലൈനർ എടുത്താൽ അവൻ പൊട്ടുകുത്തും, കണ്ണെഴുതും, എല്ലാതും അറിയാം. പിള്ളേർ വർത്താനം പറയില്ല എന്ന് മാത്രം. 3 പേർക്കും സകല കലാ സാമാനങ്ങളെല്ലാം അതറിയണ പിള്ളേരെ. പക്ഷെ വായ തുറന്നവർ മിണ്ടത്തില്ല. അവരിപ്പോൾ പഠിച്ച് വരുന്നുള്ളൂ, ഓരോന്നിങ്ങനെ സംസാരിച്ച് വരുന്നുള്ളൂ. അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, ചാച്ച, നന്നു, കീറ്റു, അങ്ങനെയൊക്കെ 2 വയസ്സാകുമ്പോഴാണ് 3 ആളും ഇങ്ങനെ വരുന്നുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മേ ബി ഇനി പെട്ടെന്ന് എല്ലാതും ആയിക്കോളും അല്ലേ. ചില പിള്ളേർ അങ്ങനെയായിരിക്കും. ചിലർ വേഗം വർത്താനം പറയുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, ചിലർ ഇച്ചിരി സ്ലോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഫോൺ കണ്ട അപ്പം ഹായ് തരും കേട്ടോ. എന്താ നമ്മൾ വ്ളോഗ് കണ്ടിട്ടല്ലേ പിള്ളേർ ജനിച്ചത് തന്നെ, അവരെങ്ങനെ പഠിക്കാണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ 3 പേരും കാശിര് ഒരു പ്രാവശ്യത്തെ കഴിക്കൽ കഴിഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ എടുത്തിരുത്തിയിട്ട് ഒന്നും കൂടെ കഴിക്കുകയാണ്. ഇങ്ങനെ അപൂർവമായിട്ട് ഇരിക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനൊന്നും നമുക്ക് പറ്റാറില്ല. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് വേദന ഭക്ഷണം കഴിച്ചു. ടേബിളൊക്കെ വൃത്തിയാക്കി. കീത്തോനും നിഖിലിനൊക്കെ ഭക്ഷണം കഴിക്കാനുണ്ട്. അവർക്കുള്ള ഫുഡ് മാറ്റി വെച്ചു, കൊട്ട വെച്ച് മൂടിയിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ അതേ അടുപ്പത്ത് തീ കൂട്ടിയിട്ടുണ്ട് ചേച്ചി. അപ്പോൾ തീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് തീ ഒന്ന് സെറ്റാക്കി. ചൂടുവെള്ളം നമ്മൾ മേലിൽ വെക്കും. കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനും അച്ഛനൊക്കെ കുളിക്കാനുള്ള വെള്ളം ഓൾറെഡി സെറ്റാണ് കേട്ടോ. അപ്പോൾ അതേ ഏട്ടൻ വലിയ കാര്യത്തിൽ എന്താ പറയുക കളിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പിള്ളേരെ പാട്ട് വെച്ച് എനിക്ക് പിള്ളേരെ പാട്ടുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അയലത്തെ വീട്ടിലെ പൂവങ്കോഴി ചിക്കി ചിരങ്ങി നടക്കുന്നുണ്ട്, ചിക്കി ചികഞ്ഞു നടക്കുന്നുണ്ട്, അതാണ് പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കലഹിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ നമ്മുടെ ചെടി ഓർമ്മയില്ല നിങ്ങൾക്ക്? നമ്മുടെ ചെട്ടിമല്ലിയുടെ ജമന്തിയുടെ ഒക്കെ ചെടി നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ വളം ഇട്ടുകൊണ്ടിരിക്കുക, എല്ലുപൊടി ഉണ്ടല്ലോ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എന്താ പറയുക, അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഇത് സംഭവമൊക്കെ ചെയ്യാറുള്ളത്. അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അച്ഛനത് ഫുള്ള് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ റൂമിലാണ് കേട്ടോ, എൻ്റെ റൂമിലാണ് ഞാൻ. എനിക്ക് എന്താ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനാണ്. കുറച്ചല്ല, റൂം ആകെ അലങ്കോലായി എടുക്കുകയാണ്. ആകെ അലങ്കോലം എന്ന് വെച്ചാൽ 3 ദിവസം നമ്മുടെ ഡ്രസ്സ് ഫുള്ള് ഞാൻ കട്ടിൽമേക്കാണ് എടുത്ത് വയ്ക്കുക. അപ്പോൾ കട്ടിൽമ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ കെടുക്കാൻ നേരത്തെ വരിക. രാവിലെ ചേട്ടനെങ്ങാനും ഞാൻ അടിയും മടക്കിക്കുന്നത് ചേട്ടനെങ്ങാനും കൊണ്ടുവന്ന് കട്ടിൽമ വയ്ക്കും. കിടന്നുറങ്ങാറാകുമ്പോൾ ഉറങ്ങാൻ ആ നേരത്തല്ലേ വരിക, ഞാനെടുത്ത് നിലത്തെടുത്ത് വയ്ക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം കാശിയും പാറും കൂടെ കയറി വന്ന സമയത്ത് ഡ്രസ്സ് ഫുള്ള് നിലത്തിട്ട് അലങ്കോല മറിയാക്കി, അതായത് ഫുള്ള് വാരി വിതറി കളിയായിരുന്നു. അപ്പോൾ റൂം ഫുള്ള് ഡ്രസ്സുമായ, അടിയിലൊക്കെ ഫുള്ള് ഡ്രസ്സുമായ, ഇങ്ങനെ ഫാൻ ബന്ധൊക്കെ ഡ്രസ്സ് ഇടുക, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് 1-2 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പോൾ ഇത് റൂമൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി കയറി വന്നപ്പോൾ കാശിക്കൂട്ടൻ എണീറ്റിട്ട് അവന് പാല് കൊടുത്ത് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. പക്ഷേ നല്ല ഉറക്കത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേന് ഇവൻ എണീക്കും. അപ്പോൾ റൂം ഒക്കെ ഒന്ന് വൃത്തി, ഇവൻ കിടന്ന കാരണമല്ല, എനിക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. പാറൂസ് ശൂഷിപ്പ് എടുക്കണ്, അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ബെഡ്മേക്ക് ആവില്ല. ഞാൻ എക്സലിൻ്റെ ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഷീറ്റുമേക്ക് പെട്ടെന്ന് സ്മെല്ല് വരും. അപ്പോൾ എനിക്ക് ഇവനെ എണീറ്റിട്ട് വേണം ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഈ റൂമിൻ്റെ കോലം ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇനി ഇവിടെ എനിക്ക് മടക്കി ഒതുക്കിയൊക്കെ വെക്കാനുണ്ട്. ആ ഒരു പണിക്ക് കിടക്കട്ടെ. അടിയതേ പിള്ളേരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പരിപാടിക്ക് കിടക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചത്. ഇതാണ് തുണികൾ, ഒക്കെ മടക്കി വെച്ചിരുന്ന തുണികളാണ്. ഒക്കെ വാരി പറക്കി എന്താ പറയുക, പറന്ന് ഫാനുമ്മലൊക്കെ എത്തുന്ന വിധത്തിലുള്ള ഇറിയിലായിരുന്നു തലേ ദിവസം ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വേഗം തന്നെ മടക്കി വെക്കാമെന്ന് വെച്ചാൽ ഇത് പാറുവിൻ്റെ ഫേവറേറ്റ് ആയിട്ട് മേമ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ കീത്ത് വാങ്ങിച്ചു കൊടുത്ത ബെഡ്ഷീറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾ പുതയ്ക്കാത്ത കൊച്ചാണ്, പക്ഷേ അവൾ അതും പുതച്ച് കുറേ നേരം കിടന്നോളും. എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റിന് ഭയങ്കര സ്മെല്ലും ആയി. നമ്മൾ മൂത്രമൊഴിച്ചിട്ടേ മഴക്കാലമാണ്. പാറുവിനൊക്കെ എങ്ങനെയാണ് സ്നഗ്ഗിടിച്ചിട്ട് നമ്മൾ എടുത്ത് അവളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ തണവൊക്കെ കാരണമായിരിക്കും. കാശിനെ മാറ്റിക്കെടുത്ത് ഞാൻ ബെഡ്ഷീറ്റ് അയച്ചിട്ടോ. ബെഡ്ഷീറ്റ് എടുത്തു. ഇനി മടക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലിടുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ ഡ്രസ്സും, അതായത് എൻ്റെ ഏട്ടൻ്റെയും ഡ്രസ്സ്, പാറുവിൻ്റെ പുറത്ത് പോകുമ്പോഴുന്ന ഡ്രസ്സൊക്കെ ഇവിടെയാണ് നമ്മൾ എടുത്ത് വയ്ക്കാറ്. ഞങ്ങളുടെ 2 അലമാരി. എന്നിട്ടും നമുക്ക് സ്ഥലം പോരാ. ഡ്രസ്സുകൾ കൂടിയോണ്ടല്ല, നമുക്ക് അലമാരി സ്പേസ് കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കുറേ ഡ്രസ്സുകളുണ്ട് മടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആയതുകൊണ്ടേ 2-3 കൂട്ടിയിട്ട് വെയിൽ വരുമ്പോൾ ഒറ്റയടിക്ക് ഉണക്കി കിട്ടിയിട്ടൊക്കെ കയറ്റാം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും അലമാരിയിൽ. ഇതൊരു ഏട്ടൻ്റെ ഞാനിങ്ങനെ ചുരുട്ടിയായിട്ട് വയ്ക്കുക. അതായത് ഇങ്ങനെ അതാകുമ്പോൾ നമുക്ക് സ്പേസ് കുറേ കിട്ടും. ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ റോളാക്കി എടുത്താൽ മതി. ഈ ഒരു സ്പേസ് എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എടുത്ത്. പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു എൻ്റെ ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് കേട്ടോ. ഞാനൊരു 5-6 ഡ്രസ്സ് മാമാ കേവ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണ്. അടിപൊളി ഡ്രസ്സ് കളക്ഷനാണ് മക്കളെ. അപ്പോൾ വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാം പേജിൽ mama.kv നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ പാറൂസിൻ്റെ 1ാം പിറന്നാളിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലെക്സ് പോലത്തെ ഒരു സംഭവമാണ്. ശരിക്കും കാശിക്കൂട്ടുന്ന പോലെ തന്നെ ഉണ്ടല്ലോ എൻ്റെ ശുദ്ധരിമൂള കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു കൂടാരം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിള്ളേരുടെ, അത് ഒടിഞ്ഞു പോയിട്ടോ. റൂം ഫുള്ള് വൃത്തിയാക്കി
ഒരു 8 അഴക്കോളുണ്ട്. ഈ തൊട്ട് അയച്ചുണ്ട് 8 അഴക്കയിലും തുണിയതായിരുന്നു. ഉണങ്ങിയതും ഉണങ്ങാത്തതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിൽ കാണായിരുന്നു, ഉണങ്ങാത്തതും ഒക്കെ താഴ്ത്തു. പിന്നെ ഞങ്ങളിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും കീത്തുൻ്റെയും റൂമിലേക്കുള്ളത് ഞങ്ങൾ മടക്കാണ്ട് തന്നെ കൈയോടെ കൊണ്ടുവയ്ക്കും. ഇത്രയും എൻ്റെ റൂമിലേക്കുള്ളതായിരുന്നു, ഇത്രയും തന്നെ കീത്തുൻ്റെ റൂമിലേക്കുള്ളതുണ്ടായിരുന്നു. പിന്നെ ഉണ്ണികളുടെ ട്രൗസർ, കുഞ്ഞു 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 ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താഴെ വെച്ചിരിക്കാൻ. ഈ താഴെ ചെന്നിട്ട് വേണം അതൊക്കെ എടുത്ത് പറക്കി അങ്ങനെ ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് വെക്കണം. അതായത് നമ്മുടെ ഷെൽഫിൽ ഇവരുടെ മറ്റു ഷെൽഫ് ഉണ്ടല്ലോ, അതിൽ മേലേത്തേൽ രാവിലെ ഇടുന്ന ഡ്രസ്സ്, രണ്ടാമത്തെ തട്ടിൽ രാത്രി ഇടുന്ന ഡ്രസ്സ്, മൂന്നാമത്തെ തട്ടിൽ ഇവർ ട്രൗസറുകൾ, നാലാമത്തെ തട്ടിൽ പാറുവിൻ്റെ പാൻറ്, വീട്ടിലിടുന്ന പാൻറ്റുകൾ, അവളുടെ ഇന്നറുകൾ, അങ്ങനത്തെ സാധനങ്ങൾ. തൊട്ടിപ്പുറത്തെ തൊട്ടിലാണ് പാറുവിൻ്റെ കുഞ്ഞി താട്ടിൻ്റെ തൊട്ടിലാണ് പാറുവിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞുകൊണ്ട് രണ്ടാമത് ഇതൊന്നും കൂടെ അടക്കി പറക്കാൻ നിൽക്കട്ടെ. അപ്പം ഹാള് ഏകദേശം ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, നല്ല പൊടിയായിട്ടാണ്. അപ്പം മേലിൽ എന്തായാലും തുടയ്ക്കണം. അപ്പം ചേച്ചി നമ്മളെ സഹായിക്കണം, ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി തുടക്കലൊക്കെ ചേച്ചി ചെയ്തെന്നോളൂ. ഫുള്ള് ഒതുക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതിയാവും. അപ്പം ഇത് ഞാൻ അടക്കി പറക്കി വെക്കട്ടെ. നല്ല വിശപ്പെട്ടത് 2 മണി സമയമായി. കാശുകൂടെ നീട്ടിട്ട് 1:86 സമയം ഇവിടെ ഫോണിരിക്കുന്നു. അപ്പം ഇതൊന്ന് പിന്നെ ചേട്ടൻ നമുക്കൊരു കൂടാനുണ്ടായിരുന്നു, ഷെഡ് ഉണ്ടായിരുന്നു കളിക്കാനായിട്ടുള്ളത്. അതിലാണ് ഡ്രസ്സുകൾ ഇങ്ങനെ കൂടുമ്പോൾ ഇട്ട് വെച്ചിട്ട് അത് ഒട്ടിഞ്ഞു പോയി. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഡ്രസ്സുകൾ ഞാൻ വേഗം ഒന്ന് അടക്കി പറക്കി ഇട്ട് വെക്കട്ടെ കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞാൻ മേലെ നിന്ന് താഴത്തേക്ക് എത്തിയപ്പോഴത്തേനും എന്തേ സോഫയും കാര്യങ്ങളൊക്കെ വീണ്ടും ഇന്നലത്തെ പോലെ പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ തുണികളെടുത്തിട്ടുണ്ട്, ഗോതമ്പൊക്കെ ഉണങ്ങാട്ടിട്ടുണ്ട്. വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലെ സ്ഥിതി ഇങ്ങനെയായിരിക്കും അല്ലേ. എന്തൊക്കെ ഉണങ്ങാത്തതുണ്ടോ അതൊക്കെ എടുത്ത് പുറത്തു വിടും. പിന്നെ തലേദിവസം എല്ലാവരും പറഞ്ഞിരുന്നു ഷീറ്റ് ഇട്ടൂടെ, കവർ ഇട്ടൂടായിരുന്നു. പക്ഷെ നമ്മുടെ മക്കൾ അതിനൊന്നും സമ്മതിക്കുന്ന പിള്ളേരല്ല ഗൈസ്. അതൊക്കെ ഒരു വലിച്ചു പറിച്ചിടും. നമ്മൾ തുണിയൊക്കെ ഇടുന്നതാണ്, പക്ഷെ അവരൊന്നും സമ്മതിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കാശിക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെന്താണ്, നല്ല ചൂടാണ്. അവൻ വാശി പിടിച്ചപ്പോൾ മേലെ ഒതുക്കിയപ്പോൾ എനിക്കൊരു പട്ടിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിറന്നാളിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെടുത്തത് കളിക്കാനായിട്ട് നല്ല സന്തോഷമായിട്ട് ഐനൂസിന് അത് കളിക്കാനായിട്ട് കിട്ടിയപ്പോൾ ദേ കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചെന്ന ചെട്ടിച്ച് അച്ഛൻ ഇങ്ങനെ കളച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. തടമൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഓണാകുമ്പോഴത്തേനും നമുക്ക് നിറയെ പൂക്കൾ ഇതിലുണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ കിട്ടണം നമുക്ക് ഓണാകുമ്പോഴത്തേനും. അപ്പോൾ അതേ ചെട്ടിച്ച് ഒക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര മിടുക്കാണ് ഗൈസ്. ഈ കാര്യത്തിൽ നിന്നല്ല എല്ലാ കാര്യത്തിലും. പിന്നെ മേലയിൽ ഹാളിലുണ്ടായ ഡ്രസ്സുകൾ ഫുള്ള് ഞാൻ താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മൊത്തം കീത്തു അടക്കി പറക്കി വെക്കുകയാണ്. ഈ താഴത്തിട്ട ഡ്രസ്സുകൾ ഫുള്ള് ഉണ്ണിയുള്ള ഡ്രസ്സുകളാട്ടോ. അതായത് അവരുടെ ട്രൗസർ, അവരുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് ഫുള്ള്. പിന്നെ അമ്മയുടെ റൂമിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എനിക്ക് സാമ്പാറും നമ്മുടെ ചെമ്മീൻ കറിയും പപ്പടമായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ എനിക്ക് വലിയ പോളിംഗ് ഉണ്ടായി. ഡയറ്റാണ് പറയുമ്പോൾ. പിന്നെ എൻ്റെ ഹിപ്പിൻ്റെ സൈഡിലാണ് ഭയങ്കര വണ്ണം തോന്നിക്കുന്നത്. വേറെ ഒരിടത്തിലും എനിക്ക് കുഴപ്പമില്ല, അത്ര പോരെ. എനിക്ക് അതെന്നെ ഭയങ്കര കോംപ്ലക്സാണ്. അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായി ഞാൻ വളരെ കുറച്ച് ചോറേ കഴിച്ചിട്ടുള്ളൂ. 3:15 നമ്മുടെ പാറൂസ് ഇപ്പോൾ വരും. പിന്നെ ഞാൻ പാറുവിന് സോസേജ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് മുട്ട ഫ്ലോപ്പായി. പിന്നെ നോക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമെന്ന് ഉഴുന്നിരിക്കുന്നുണ്ട്. ദോശ എന്തായാലും രാത്രി ചോദിക്കും. അപ്പോൾ രാത്രിക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ ദോശ, ഉച്ചയ്ക്ക് രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് ഇഡലി, വൈകുന്നേരം ദോശ, രാത്രി ദോശ. കൊച്ചിൻ്റെ വയറ്റിൽ ഉഴുന്ന് മാത്രം ഉണ്ടാകത്തുള്ളൂ. അപ്പം ദോശ എപ്പോഴും കഴിക്കുന്നതല്ല. ഞാനിപ്പോൾ വിചാരിച്ചു അവൾക്ക് ഭയങ്കര ഫേവറേറ്റാണ് നമ്മുടെ സാൻഡ്വിച്ച് ഞാൻ വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ സാൻഡ്വിച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 15 മിനിറ്റുള്ള സമയം, അത് ഞൊടിയിടയിൽ എങ്ങനെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ട് നോക്ക്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉണ്ണികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വേഗം തന്നെ മയോണൈസ് ഉണ്ടാക്കട്ടെ. മയോണൈസ് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം. അതായത് മുട്ട പുഴുങ്ങി വെച്ച് അതിൽ വെളുത്തുള്ളിയും ഇച്ചിരി സുറുക്കയും ഉപ്പും കൂടിയിട്ടിട്ട് മിക്സിയിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആവും. ഓയിലൊന്നും ഒഴിക്കേണ്ടതില്ല. അപ്പോൾ പുഴുങ്ങാനുള്ള നേരത്തെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പച്ചമുട്ട വയ്ക്കും.
ഫസ്റ്റ് തന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ. 2 മുട്ട എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, ഉപ്പിടുക, ഓയിൽ ഒഴിക്കുക, അടി. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കണമെങ്കിൽ പുഴുങ്ങിയ 2 മുട്ട എടുക്കുക, അതിലേക്ക് 2 വെളുത്തുള്ളി ഇടുക, ഇച്ചിരി സോർക്ക് ഒഴിക്കുക, അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ലൊരു ഇതുപോലെ തന്നെ ഒരു മയോണൈസ് കിട്ടും കേട്ടോ. ഞാനത് വേഗം പുഴുങ്ങാനുള്ള ടൈമില്ല, പാറ അപ്പോഴത്തേന് എത്തുകയും അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് ഉണ്ടല്ലോ, ഒരു ക്യാബേജിൻ്റെ പകുതി, ഒരു വലിയ സവാളയുടെ പകുതി, പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മളിങ്ങനെ ചീവി, ഇത് നമ്മളിങ്ങനെ ചോപ്പറിൽ വെച്ചിട്ട് അരിഞ്ഞായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര തന്നെ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ ഉപ്പ് കുറച്ചിട്ടുള്ളൂ, മയോണൈസിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത് തന്നെ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ്. നമ്മുടെ സാൻഡ്വിച്ചിനുള്ള മിക്സ് സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണികൾക്കൊക്കെ ഈ സാൻഡ്വിച്ചൊക്കെ അയലൂടെ കരച്ചിലാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകും, അവർ പനിയായിട്ടേ കൊണ്ടുപോകാൻ പോവാണ്. അതിൻ്റെ വാശിയും കാര്യങ്ങളൊന്നും അവിടെ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ സാൻഡ്വിച്ചൊക്കെ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു 10, 15, 20 റുപ്യാണ് പുറത്തുനിന്ന് നമ്മളൊരു കൂതറ സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ. അതിലാണെങ്കിൽ ഫില്ലിങ്ങും കറക്റ്റായിരിക്കില്ല. എനിക്ക് വെജ് സാൻഡ്വിച്ചാണ് കേട്ടോ ഇഷ്ടം, നോണിനേക്കാൾ എനിക്ക് വെജാണ് ഇഷ്ടം. കുറച്ച് മയോണൈസൊക്കെ കൂടുതൽ വേണം, ഇച്ചിരി ജ്യൂസി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ചേച്ചിയോടെ ആയിരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പാവന് ടിഫിൻ ബോക്സിലേക്ക് ഇത് കൊടുത്തയക്കാനാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ പ്ലംസ് ഇരിക്കുന്നുണ്ട്. പ്ലംസ് കഴിക്കുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ അവൾക്ക് ഇഷ്ടമായില്ല, അവൾ കഴിക്കില്ല. അപ്പൊ പിന്നെ ആ നേരത്തെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഇതിപ്പോ നമ്മുടെ പാനോടെ കാശിക്കൂട്ട ഫ്രൈ പാൻ എന്ത് ചെയ്യും, പാപ്പ ഉണ്ടാക്കി തെറ്റേ നിങ്ങൾ തിന്നണ്ടോ, നിങ്ങൾ ബെഡ് മാത്രം കഴിച്ചാൽ മതി. അങ്ങോട്ട് പൊക്കോ, അപ്പുറത്തേക്ക് ഇല്ലാന്നാണ് പറയണത് കേട്ടോ. അങ്ങോട്ട് പൊക്കോ. നോ പറഞ്ഞേ, നോ പറഞ്ഞേ, പറ നോ പറഞ്ഞേ. പാറുമോൾ ദേ സ്കൂളിൽ നിന്ന് എത്തി, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എത്തിയത്. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, പാറുട്ട ഒരു സർപ്രൈസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പാറുട്ടൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ഊരി മേലൊക്കെ കഴുകി ആ സമയം കൊണ്ട് ഞാൻ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി ബട്ടർ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് കരിഞ്ഞതല്ല ഗൈസ്, ഇത് പൊരിഞ്ഞതാണ്, കരിച്ചതല്ല, അങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് സോസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. അത് എന്താ പറയുക, ഒരുപാടാവണ്ട കേട്ടോ, കുറച്ച് ആവശ്യത്തിന് മതി. അതിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക. പാറൂസിന് അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് 4 പീസായിട്ട് കൊടുക്കുക. അതാകുമ്പോൾ അവൾക്ക് ഇങ്ങനെ കഴിക്കാൻ സുഖത്തിൽ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, നടുക്കീത്തൊക്കെ ഉള്ളിത്തൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പീസായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു എന്താ പറയുക ടൂത്ത് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ രസമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പാർട്ടനപ്പത് ഞാൻ കൊടുത്തു. സാൻഡ്വിച്ച് 2 കൈകളും പിടിച്ച് കഴിക്കും. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പാറൂസ് ഇങ്ങനെ കഴിക്കുന്നുണ്ടപ്പോൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം ഒട്ടും കഴിക്കില്ല പാറു. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ടിഫിന് ലഞ്ച് ബോക്സിൽ ഇങ്ങനത്തെ കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്താൽ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മൾ കുഞ്ഞിലായിരിക്കുമ്പോഴും ബാക്കിയുള്ള കുട്ടികൾ നല്ല നല്ല സാധനം കൊണ്ടുവരുമ്പോൾ എനിക്കങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ആളത്. ഇവരുടെ സ്കൂളിൽ ഒട്ടുമിക്ക പിള്ളേർ ഇങ്ങനത്തെ ഫുഡ് തന്നെയായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ ഇവരെ സ്നാക്ക് ബോക്സിൽ ഉണ്ടാവണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ ഫുള്ള് ഷെയർ ചെയ്ത് കഴിക്കുന്ന പിള്ളേരാണ്. പാറ കൊണ്ടുപോകാത്ത കുറേ സാധനങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ സ്നാക്ക് ബോക്സിൽ ഉണ്ടാവാറുണ്ട്. അവർ ഷെയർ ചെയ്ത് കഴിക്കുന്ന പിള്ളേരാണ്. മാത്രമല്ല നമുക്ക് പറ്റുന്ന സമയത്തല്ലേ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ആ സമയം അവർ കഴിക്കട്ടെ അങ്ങനെ വിചാരിക്കാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കാറുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, അത് കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ കുറച്ച് കമൻറ്റ്സ് കണ്ടു, എനിക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കമൻറ്റാണ്. ഉള്ള സമയത്ത് ഉണ്ടാക്കി കൊടുക്കുക, ബാക്കിയുള്ള കുട്ടികൾക്കും അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ കാശിക്ക് പാറുവിനെ കണ്ട പ്രാന്താണ്. എവിടെ അവൾ കിടന്നാലും അവളെ സൈഡിൽ ഇങ്ങനെ കിടക്കണം, മേത്ത് കയറൽ കിടക്കൽ. പാറുവിൻ്റെ അടുത്ത് കാണിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കാശിക്കൂട്ടാൻ അല്ലുവിൻ്റെ അയിനുവിൻ്റെ അടുത്തും കാണിക്കുക. അല്ലുവിൻ്റെ അയിനുവിൻ്റെ ഒക്കെ തലയിൽ കയറിയൊക്കെ ഇരിക്കുക, പിള്ളേർ ചമ്മന്തിയാവും. അങ്ങനത്തെ പരിപാടിയാണ് കാശിക്കുട്ടിക്കുള്ളത്.
പാറുവിന് 1 മിനിറ്റ് നേരം വെറുതെ വിടില്ല. പിന്നെ കുറേ സാഹസികങ്ങളാണ്, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാഹസികങ്ങളാണ് കാണിച്ചു കൂട്ടുക. ഇതേ കണ്ട ആ കൊച്ചു അവിടെ ചെന്ന് കിടന്നു, അവിടെയും ചെന്ന് കിടന്നു. അപ്പോൾ അതേ വെയിലിങ്ങനെ മങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പറക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നമ്മളിങ്ങനെ നിഖിലിൻ്റെ റൂമിലേക്കുള്ളത്, എൻ്റെ റൂമിലേക്കുള്ളത്, പിള്ളേരുടേത്, അമ്മയുടെ റൂമിലേക്കുള്ളത്, പാറുവിൻ്റെ യൂണിഫോം, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. അതിങ്ങനെ വെച്ചു. പിന്നെ ഗോതമ്പ് കുറച്ചുണ്ടായിരുന്നത് കാക്ക കൊത്തി തിന്നണ്ടപ്പോൾ അതിനെ ഓടിച്ച് കുറേയൊക്കെ ഉണ്ടായിരുന്നു, പകുതി കാക്കയും പ്രാവും കൊത്തി തിന്നു. അത് നമ്മൾ എടുക്കണം, നാളെ തന്നെ അത് പൊടിപ്പിക്കാൻ കൊടുക്കണം. ഗോതമ്പ് പൊടി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ അമ്മയേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ട്, അച്ഛൻ ആരോ കൊടുത്തതാണ് ചാള. ചാളയ്ക്കൊക്കെ ഇപ്പം എന്താ, ചാളയ്ക്ക് മാത്രമല്ല എല്ലാ മീനും ഇപ്പം നല്ല വിലയാണ്. അപ്പോൾ ചാള ആരോ കൊടുത്തപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ആരാണ് ആ നല്ലവനായ മനുഷ്യൻ? കാരണം ചാളൊക്കെ ഫ്രീക്ക് നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സിനുടമയായിരിക്കും, അത്രയും വിലയുള്ള സാധനമല്ലേ ചാളൊക്കെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേഗം കൊണ്ട് നന്നാക്കി വയ്ക്കുക, ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു. ഫ്രഷ് ആയിരുന്നു കേട്ടോ, അടിപൊളി. അതൊരു വള്ളത്തിൽ പോണ ചേട്ടനുണ്ട്, ആ ചേട്ടനാണ് നമുക്ക് അത് തന്നത്. അപ്പം നല്ല ഫ്രഷ് മീനാണ്. അച്ഛന് തന്നിട്ട് അപ്പം തന്നെ പോയിട്ട് അച്ഛൻ ചായ കുടിക്കാൻ പോയതായിരുന്നു. അകത്ത് ദേ അച്ഛൻ്റെയും മോൻ്റെയും ലീലാവിലാസങ്ങളാണ്. അവരവിടെ ദേ ഭയങ്കര കളിയിലാണ്. പിന്നെ ദേ സോഫ ഇടാന്ന് വിചാരിച്ചു. പാറു കണ്ണും ചെവിടും തരുന്നുണ്ടായില്ല. അമ്മ മഴ വരുന്ന സോഫ എടുത്തിട്ട് വലിയ ആൾക്കാരില്ലാത്ത ശങ്കയാണ് എൻ്റെ മോൾക്ക്. മഴ വരുമ്പോൾ സോഫ നനയിൽ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അപ്പം തന്നെ അതേ സോഫയ്ക്ക് എടുത്തിട്ടു. ഇഷ്ടമായ സാൻഡ്വിച്ച് രണ്ടാമത് വാങ്ങിച്ച് കഴിക്കട്ടെ പാറുട്ടൻ. അത് അമ്മ പീസാക്കി തന്നത് നേരത്തെ കേട്ടോ. ഇഷ്ടമായ പാറുവിനത് എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമല്ല കേട്ടോ, വല്ലപ്പോഴും. അന്ന് എനിക്ക് തോന്നുന്നു സ്കൂളൊക്കെ തുറക്കണേക്കാളൊക്കെ മുമ്പ് വെക്കേഷൻ ടൈമിൽ പോയി നിന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കാരണം മയോണൈസ് നല്ലതല്ല, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാറില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ പോലെ നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ ചടപടേന്ന് പറഞ്ഞാൽ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞിന്ന് ഡാൻസ് ഇല്ല, അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ തന്നെ കുറച്ച് നേരം കഴിച്ചു, പിന്നെ കുറച്ച് നേരം കളിച്ചു, പിന്നെ ഫോൺ കണ്ടു. ഇപ്പോൾ നല്ല ഉറക്കക്ഷീണം കണ്ണിൽ ഇങ്ങനെ ഉണ്ട്. ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ മമ്മ പോയിട്ട്. ഓക്കെ, പഠിക്കണം, ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കുക അല്ലേ. ഡാൻസൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. അങ്ങനെയല്ലട കഴിക്കുക, കാക്ക വരൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം ഒരു 5 മണി ആവാണ് കേട്ടോ. ഗോതമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാക്കയും പ്രാവും കുയിലും മയിലൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഈ പായൊക്കെ മഴക്കാർ ഇത് അങ്ങോ അറ്റത്തുനിന്ന് മഴക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താണ് ഇന്നത്തെ ദിവസം ഓക്കെ ആയിരുന്നു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒതുക്കൽ പിടിക്കൽ അങ്ങനെയായിട്ടാണ് കുറേ നേരം പോയത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇപ്പം കീത്തും നിഖിലും കൂടെ അയിനൂനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് ഡോക്ടറെ കാണിക്കാൻ. കുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3ാമത്തെ പ്രാവശ്യം തോന്നുന്നു പനി വരുന്നത്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ. നമുക്ക് അയിനൂനെ ആകുമ്പോഴാണ് നമുക്ക് ഇച്ചിരി വിഷമം, കാരണം അവൻ അതിനുള്ള ആളില്ല. അല്ലുവിനും കാശിക്കും കാഴ്ചയിലായാലും വെയിറ്റിലായാലും അവർ ഓക്കെയാണ്. ഭക്ഷണമായാലും നന്നായി കഴിച്ചോളൂ രണ്ടുപേരും. മടിയാണ് അല്ലുവിന് കഴിക്കാൻ, എന്നാലും ഓക്കെയാണ്. അയിനൂന് വയ്യാണ്ടാകുമ്പോൾ അതിനൊന്നും കൂടെ ചുരുങ്ങി, ഒന്നും കൂടെ എന്താ പറയുക ആകെപ്പാടെ ക്ഷീണവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. അയിനൂനും എല്ലാം വരുമ്പോഴേ അത് താങ്ങാനുള്ള ആളുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ്റെ നടപ്പ് തന്നെ ആകെ മാറും. അതായത് അവന് ബാലൻസ് ഇല്ലാണ്ട് നടക്കുന്നത്. പിന്നെ അതുപോലെയാണ്, ആളത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക ഒരു കുഴപ്പമില്ലാതിരിക്കാനായിട്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ വിളിക്കും എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടേ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്നലത്തെ വീഡിയോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന്. അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ്. ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയില്ലേ, നമ്മളെ ഇനി ഇത് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കമൻസാണ് എനിക്ക് വരുന്നത്.
അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു 1 വീക്ക് സീരീസ് ഒരു 1 വീക്കിലൊക്കെ ആകുമ്പോൾ രസമായിരിക്കും. പിന്നെ അത് ഇന്നാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സെയിം റൂട്ടീനും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്. അതിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം, പല കാര്യങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം വളരെ ഇഷ്ടമായെന്ന് വയ്ക്കുന്നു. അപ്പോൾ നാളെ ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.